ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി. എൻ്റെ പേര് ഷീജ. ഞാൻ പത്തനംതിട്ട പുത്തമ്പടിയ സെൻറ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളി ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2023 ഫെബ്രുവരി 21 ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം 2005-6 കാലഘട്ടങ്ങളിൽ ഞാനൊരു US വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. അത് അപ്ലൈ ചെയ്ത് ഏകദേശം വിസ ഇൻ്റർവ്യൂ വരെ ആയ സമയത്ത് അത് റിട്രോഗ്രേഷനായി നിന്നുപോയി. അത് കഴിഞ്ഞ് 2022 വീണ്ടും എനിക്ക് അവിടുന്ന് മെയിൽ വന്നു, നിങ്ങളുടെ വിസയുടെ പ്രോസസ്സിങ് US എംബസിയിൽ നടക്കുന്നുണ്ട്, നിങ്ങൾക്കത് പ്രൊസീഡിങ് ചെയ്യാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ വീണ്ടും IELTS എഴുതേണ്ടി വന്നു. അപ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു, ഞാൻ ആദ്യം ഓൾറെഡി IELTS ക്ലിയർ ചെയ്തതായതുകൊണ്ട്, അന്ന് IELTS ക്ലിയർ ചെയ്തതായതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എഴുതിയാൽ കിട്ടുമെന്നുള്ള കോൺഫിഡൻസ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഫെബ്രുവരിയിൽ, ഞാൻ സൗദി അറേബ്യയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ നിന്ന് അവധിക്ക് വന്നപ്പോൾ ഫെബ്രുവരിയിൽ ഇവിടെ വന്ന് IELTS എക്സാം എഴുതി, കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തേച്ച് തിരിച്ച് സൗദി അറേബ്യയ്ക്ക് പോയി. അവിടെ പോയതിന് ശേഷവും ഞാൻ 2-3 പ്രാവശ്യം അവിടെയും എക്സാമിന് ട്രൈ ചെയ്തു. പക്ഷേ വേണ്ടത്ര സ്കോർ എനിക്ക് കിട്ടിയില്ല. അവസാനം 2024 മെയ് മാസത്തിൽ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ വന്നിട്ട് വീണ്ടും ഈ പ്രോസസ്സിങ്ങിന് വേണ്ടി IELTS എക്സാം എഴുതാൻ ട്രൈ ചെയ്തു. അതിനിടയ്ക്ക് ഏജൻസി എന്ന് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾക്ക് PT വേണമെങ്കിലും ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. എങ്കിലും IELTS ആണ് നമ്മൾ കൂടുതൽ എഴുതുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ IELTS ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ 2 പ്രാവശ്യം കൂടി ഞാൻ ട്രൈ ചെയ്തു. മൊത്തം ഞാൻ 7 പ്രാവശ്യം IELTS ട്രൈ ചെയ്തു. അതിനിടയിൽ ഒരു പ്രാവശ്യം ഞാൻ ജൂണിൽ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോയി. അന്ന് അച്ഛനോട് ഞാൻ സംസാരിച്ചില്ല, പക്ഷേ എല്ലാവരുടെയും കൂട്ടത്തിൽ നിന്ന് അനുഗ്രഹം മേടിച്ചിട്ട് ഞാൻ പരീക്ഷയ്ക്ക് പോയി. അന്നും എനിക്ക് കിട്ടിയില്ല. 2ാമത്തെ പ്രാവശ്യം നവംബർ 29 ഞാൻ വീണ്ടും ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ ചോദിച്ചു എന്താ കാര്യമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് IELTS എഴുതാൻ ഞാൻ 7 പ്രാവശ്യം എഴുതി, ഇത് 8ാമത്തെ പ്രാവശ്യമാണ്, ഏതിനാണ് പോകുന്നതെന്ന് അച്ഛൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സ്പീക്കിങ്ങിനാണ് പോകുന്നതെന്ന് പറഞ്ഞു. അച്ഛന് സഹിതെടുത്ത് എൻ്റെ കഴുത്തിൽ തൊട്ട് പ്രാർത്ഥിച്ചു, എന്നിട്ട് പോയി എഴുതിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. അന്നാണെങ്കിൽ ഞാൻ ഡിസംബർ 5 ആയിരുന്നു IELTS വേണ്ടി ഡേറ്റ് എടുത്തിരുന്നത്. അത് എറണാകുളത്തായിരുന്നു ഡേറ്റ് എടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ വന്നുടനെ ഒത്തിരി പിള്ളേർ OET വേണ്ടി ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമുള്ളായിരുന്നു IELTS, പക്ഷേ ഒത്തിരി പേര് OET ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഡിസംബർ 7 ആയിരുന്നു ഡേറ്റ് എടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഈശോയെ, ഞാനും കൂടെ ഡിസംബർ 7 എടുക്കേണ്ടതായിരുന്നു, ഞാൻ 5 ആണല്ലോ എടുത്തത്, എത്രയും വേഗം എഴുതാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എടുത്തത്. പക്ഷേ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി വീട്ടിൽ ചെന്ന് ഡിസംബർ 3 എനിക്ക് അവരുടെ മെയിൽ വരുവാണ്, നിങ്ങളുടെ 5ാമത്തെ എക്സാം ക്യാൻസൽ ചെയ്തു, അത് 7ാമത്തേക്ക് മാറ്റിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഒരു ആശ്വാസമായി, അറ്റ്ലീസ്റ്റ് മാതാവിൽ ഇടപെടുന്നുണ്ടല്ലോ എന്ന്. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 7ാം പോയി എക്സാം എഴുതി. ആ എക്സാമും പതിവ് പോലെ തന്നെ വലിയ എളുപ്പമൊന്നും ആയിരുന്നില്ല, പാടായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞ ഒരാത്മവിശ്വാസം, എങ്കിലും 5ാമത്തേത് മാതാവ് 7ാമത്തേക്ക് മാറ്റി തന്നതല്ലേ, ദൈവനെ കൈവിടത്തില്ല എന്നൊരു പ്രതീക്ഷയായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു 15 ദിവസം കഴിഞ്ഞാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്നത്. അപ്പോൾ എൻ്റെ US പ്രോസസ്സ് ഏകദേശം ഓക്കെ ആയി. ഈ IELTS റിസൾട്ട് മാത്രമായിരുന്നു ബാക്കി. അപ്പോൾ എനിക്ക് US കൗൺസിലേറ്റിൽ നിന്ന് മെയിൽ വന്നു, നിങ്ങളുടെ US എംബസി ഇൻ്റർവ്യൂ ഡിസംബർ 23 ഫിക്സ് ചെയ്തു എന്ന്. അപ്പോൾ ഞാൻ ഏജൻസി ചോദിച്ചു, ഞാൻ ഇനി എന്താ ചെയ്യുക, എൻ്റെ IELTS റിസൾട്ട് ക്ലിയർ ആയില്ല. അപ്പോൾ അവർ പറഞ്ഞു നോക്കാം, IELTS ഒന്നുകൂടെ എഴുതുമല്ലേ, അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം, അഥവാ അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ വിസ ഇൻ്റർവ്യൂ പോസ്റ്റ്പോൺ ചെയ്യാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 15 ദിവസം കഴിഞ്ഞ് റിസൾട്ട് കിട്ടുള്ളൂ അവർ പറഞ്ഞു. പക്ഷേ 8ാമത്തെ ദിവസം എനിക്ക് എൻ്റെ റിസൾട്ട് കിട്ടി, എനിക്ക് വേണ്ട സ്കോർ കിട്ടി. അതിനുശേഷം ഞാൻ എംബസി വിളിച്ചു പറഞ്ഞു അവർ പറഞ്ഞു ഓക്കെ, ബാക്കി പ്രൊസീഡിങ് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ എൻ്റെ മുന്നിൽ ആകെ ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരാഴ്ച കൊണ്ട് എനിക്ക് ബയോമെട്രിക് ചെയ്യണം, മെഡിക്കൽ ചെയ്യണം. അതിനിടയിൽ എൻ്റെ കോളേജിൽ പോയി ഒരു പേപ്പറും ശരിയാക്കണം. ഞങ്ങൾ ഒരു തിങ്കളാഴ്ച രാവിലെ ഇവിടുന്ന് 16 ഇവിടുന്ന് കോളേജിൽ പോയി പേപ്പർ ശരിയാക്കി തിരിച്ച് അവിടുന്ന് ഇറങ്ങിയ വഴിക്ക് ബോംബെയിലുള്ളൊരു ആളിനെ വിളിക്കുകയാണ്, ഞങ്ങൾക്ക് അവിടെ വന്നാൽ താമസിക്കാനൊരു സ്ഥലം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ വിളിച്ച ആൾ ചോദിച്ചു എന്തിനാണ് ആങ്കിളെ വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു ഇതുപോലൊരു ആവശ്യത്തിന് വേണ്ടി ആ US കൗൺസിലേറ്റിന് ഒരു എംബസി ഇൻ്റർവ്യൂവിന് വേണ്ടിയാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ പോരും, ഒരു കുഴപ്പമില്ല, വേണ്ട അതൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഞങ്ങൾ ഈ എൻ്റെ കോളേജിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് മോനെയും കൂട്ടി വേണം ഞങ്ങൾക്ക് ബോംബെയിലേക്ക് പോകാൻ. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഒരു രാത്രി മാത്രമാണ് ഞങ്ങൾക്ക് ബാക്കിയുള്ളത്. 16, 17 ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരുന്ന വഴിക്ക് ഞങ്ങൾ ചെങ്ങന്നൂർ ബസ്സിലാണ് വരുന്നത്. അവിടുന്ന് ചെങ്ങന്നൂർ വന്നപ്പം രാത്രി 2 മണിയായി. ഞങ്ങളുടെ വീട് പത്തനംതിട്ടയാണ്, അങ്ങോട്ട് വരാൻ വണ്ടിയൊന്നുമില്ല. ഞങ്ങളിങ്ങനെ നോക്കിയിരുന്നു. അവിടെ ഒരാളോട് ചോദിച്ചു എപ്പോഴാണ് ഇവിടുന്ന് ബസ്സുള്ളതെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു ഇപ്പോൾ ഇവിടുന്ന് ബസ്സില്ല, 1 മണിക്കൂർ അങ്ങനെ ഇവിടെ നിന്ന് നോക്ക്, ചിലപ്പം രാവിലെ ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് 3-3:30 ആകുമ്പോഴത്തേക്ക് വല്ലതും ബസ് കിട്ടുമായിരിക്കുമെന്ന്. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് നിന്ന നേരത്ത് ഞാനിങ്ങനെ റോഡിലേക്ക് നോക്കണ ഒരു KSRTC ബസ് വരുന്നു. ഞാൻ റോഡിലേക്ക് കുറച്ചും കൂടെ ഇറങ്ങി നിന്ന് നോക്കി, ആ സ്റ്റാൻഡിലേക്ക് കയറാനുള്ള ബസ്സാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ല, അത് പത്തനംതിട്ട ബസ്സാണ്. ആ പത്തനംതിട്ട ബസ്സിൽ ഡ്രൈവറും കണ്ടക്ടറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടുന്ന് കയറി വേറെ എങ്ങും അത് സ്റ്റോപ്പ് ചെയ്യാതെ പത്തനംതിട്ട ഞങ്ങളെ കൊണ്ടിറക്കി.
അങ്ങനെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ബസ് അറേഞ്ച് ചെയ്തത്. ഞങ്ങൾ പത്തനംതിട്ട ഇറങ്ങി. അന്ന് തന്നെ തിരിച്ച് ഞങ്ങൾ ബോംബെക്ക് ടിക്കറ്റ് എടുത്ത് ബോംബെക്ക് പോയി. 19-ാം തീയതി ഞങ്ങൾക്ക് മെഡിക്കലിന് അപ്പോയിൻമെൻറ്റ് കിട്ടി. 20-ാം തീയതി ബയോമെട്രിക്കിനും അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പം മെഡിക്കൽ എടുക്കുന്നിടത്ത് തന്നെ അവർ പറഞ്ഞു, അറ്റ്ലീസ്റ്റ് 4 ദിവസമെങ്കിലും എടുക്കും മെഡിക്കലിൻ്റെ റിസൾട്ട് കിട്ടാൻ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൺഡേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ അത് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരുമെന്ന്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2 ദിവസം കൊണ്ട് 4 ദിവസം എന്ന് പറഞ്ഞ മെഡിക്കൽ ഞങ്ങൾക്ക് 2 ദിവസം കൊണ്ട് കിട്ടി. വെള്ളിയാഴ്ച വൈകിട്ട് മെഡിക്കലിൻ്റെ റിസൾട്ട് വന്നു. വെള്ളിയാഴ്ച തന്നെ ഞങ്ങൾക്ക് ബയോമെട്രിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകണം. ഈ തിങ്കളാഴ്ച അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ US നിന്ന് എനിക്കൊരു ഏജൻസിയിൽ നിന്നൊരു പേപ്പർ വരണം. അവിടെ ഓഫർ ലെറ്ററും അവരുടെ നമ്മുടെ ഡോക്യുമെൻറ്റേഷനും അത് ബൈ മെയിലിൽ അവർ അയച്ചിട്ടുണ്ട്. പക്ഷേ ഒറിജിനൽ ഡോക്യുമെൻ്റ് അവർ പോസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അത് ഒരു ദിവസം കൊണ്ട് എന്തായാലും വരത്തില്ല. ഇടയ്ക്കൊരു സാറ്റർഡേ സൺഡേ ആണ്. സൺഡേ നമുക്ക് കൊറിയർ വരാൻ സാധ്യതയുമില്ല. എനിവേ അവരോട് ഞാൻ വീണ്ടും വിളിച്ചു വെച്ചു എന്താ ചെയ്യുകയെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ വിസ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേ, ഇത് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്താൽ ഇനി 6 മാസമെങ്കിലും എടുക്കും അടുത്ത വിസ ഇൻ്റർവ്യൂ കിട്ടാൻ. പോസ്റ്റ്പോൺ ചെയ്യേണ്ട, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. അവരെന്തെങ്കിലും ലാക്കിങ് പറയുവാണെങ്കിൽ ഒരു 221 എന്ന് പറഞ്ഞൊരു ഫോം തരും. ഇൻ്റർവ്യൂ പാസ്സാവുകയാണെങ്കിൽ ആ 221 വെച്ച് നമുക്ക് ആ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫയൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ മെയിലിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് ഇൻ്റർവ്യൂവിന് പോയി. രാവിലെ പ്രാർത്ഥിച്ചു. അവിടെ ചെന്നിരുന്നപ്പോഴത്തേക്കും ഞങ്ങളിരുന്ന കൗണ്ടറിൻ്റെ മുന്നിലായിരുന്നു ഞങ്ങളെ വിളിക്കുന്നത്. ഞങ്ങളവിടെ നിന്ന് പ്രത്യക്ഷ പ്രാർത്ഥനയും ജപമാലയും എല്ലാം ചൊല്ലി കയ്യിലിരുന്ന് ഉപ്പ് അവിടെ എല്ലാം ഉടമ്പടി ഉപ്പ് അവിടെ എല്ലാം വെതറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന എല്ലാവരെയും 40-45 മിനിറ്റാണ് ഒരു ആൾക്കുള്ള ഇൻ്റർവ്യൂ. ഞങ്ങൾ 3 പേരോട് ഇൻ്റർവ്യൂ ചെയ്തു. ഞങ്ങളുടെ 3 പേരും കൂടെ 10 മിനിറ്റ് കൊണ്ട് അവർ ഇൻ്റർവ്യൂ ചെയ്തു തീർത്തു. അവസാനം അവർ ഞങ്ങൾക്ക് ഒരു ലാക്കിങ്ങും പറഞ്ഞില്ല. അവർ ഞങ്ങളോട് പറഞ്ഞു യുവർ വിസ ഇഷ്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പേപ്പർ തന്നു. അതെൻ്റെ ഒരു സാക്ഷ്യം. ഞങ്ങൾ വിസ അപ്രൂവ് ചെയ്ത് കിട്ടി. ടിക്കറ്റ് എടുത്തു. 28-ാം തീയതി ഞാനും ഹസ്ബൻഡും മോനും കൂടെ USA പോവുകയാണ്. ഞങ്ങളുടെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ ഹസ്ബൻഡിൻ്റെ കണ്ണിൻ്റെ പോളയുടെ താഴെ ഒരു കുരു വന്നു. കണ്ണടയ്ക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഒരു ദിവസം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, ഇതുപോലെയാണ് കണ്ണിൻ്റെ അടയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ അത് കാണാനില്ലാതായി. അതുപോലെ ഹസ്ബൻഡിന് പ്രോസ്റ്റേറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം മൂത്രം നന്നായിട്ട് പോകാൻ പറ്റാതെ 2-3 ആഴ്ചയായിട്ട് വിഷമിക്കുമായിരുന്നു. അത് ഉടമ്പടി തൈലം തേച്ച് അതിന്നും ആശ്വാസം കിട്ടി. അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവ് വഴി ഈശോ ചെയ്തു തന്നിട്ടുണ്ട്. ഈശോയ്ക്ക് നന്ദി, മാതാവിന് നന്ദി. ജെറമിയ 33:3 എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായവ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഷീജ എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും പ്രധാനമായും US പോകുവാനുള്ള എല്ലാ പ്രോസസ്സും പൂർത്തീകരിച്ച് ടിക്കറ്റ് എടുത്ത് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളെയും ശരിയാക്കി കിട്ടിയതിന് പരിശുദ്ധമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തി നന്ദി പറയുകയാണ്. മകളുടെ വാക്കുകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. 7 തവണ IELTS എഴുതി പരാജയപ്പെട്ട മകളാണ്. അത് ഓരോ തവണയും പരാജയപ്പെടുമ്പോൾ ഏറെ നൈരാശ്യം മകൾക്ക് ഉണ്ടാകുന്നുണ്ട്. എങ്കിലും പ്രത്യാശയോടെ വീണ്ടും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ജോസഫ് അച്ഛനെ വന്ന് കാണുമ്പോൾ അച്ഛൻ തൈലം പൂശി സൈത്ത് പൂശി പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നുണ്ട്, തൊണ്ടയിൽ സൈത്ത് പൂശി പ്രാർത്ഥിച്ച് പറയുന്നു, പോയി പരീക്ഷ എഴുതിക്കൊള്ളാൻ പറയുന്നു. അതാണ് മകൾക്ക് ലഭിച്ച അവസാനത്തെ ഒരു ആത്മധൈര്യം. അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെയും അനുഗ്രഹത്തിലൂടെയും സൈത്ത് പൂശിയുള്ള പ്രാർത്ഥനയിലൂടെയും അത്തവണ പോയി എഴുതിയ IELTS പരീക്ഷ വിജയിക്കുവാൻ മകൾക്ക് സാധിച്ചതാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് US പോകുവാൻ വേണ്ടിയുള്ള അതിൻ്റെ പ്രൊസീജിയറുകളെക്കുറിച്ചാണ് മകൾ പ്രത്യേകമായിട്ട് പറയുമ്പോൾ ഓരോ കാര്യവും മകൾ പറയുന്നുണ്ടെന്ന് 8 ദിവസങ്ങൾക്കുള്ളിൽ IELTSൻ്റെ റിസൾട്ട് വന്ന വിഷയങ്ങൾ, പിന്നീട് മെഡിക്കൽ എടുക്കുന്നത് 4 ദിവസത്തിനുള്ളിൽ വരേണ്ട റിസൾട്ട് 2 ദിവസം കൊണ്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വേഗത്തിലാക്കി കൊടുക്കുന്നത്, അതനുസരിച്ച് ബയോമെട്രിക് വേഗം അറ്റൻഡ് ചെയ്ത് വിജയിക്കുവാനായിട്ട് സാധിക്കുന്നത്, US-ൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഇല്ലാതിരുന്നിട്ട് കൂടിയും വിസ അപ്ലൈ ചെയ്യുകയും അത് അനുവദിച്ച് കിട്ടുകയും ചെയ്ത കാര്യങ്ങൾ ഓരോന്നും പ്രതിസന്ധിയുടെ മണിക്കൂറുകളിലൂടെ കുടുംബം കടന്നു പോകുമ്പോഴും അമ്മയിൽ ആശ്രയിച്ച് ഓരോ പ്രശ്നത്തെയും പ്രതിസന്ധികളെയും കൊടുക്കുമ്പോൾ അമ്മ സമയം ചുരുക്കിയും അസാധ്യമെന്ന് കരുതുന്നവ സാധിച്ചു കൊടുത്തുകൊണ്ടും ആ ഏറെ കാലദൈർഘ്യം ഒരുപക്ഷെ വീണ്ടും വേണ്ടി വരുന്ന ഒരു പ്രോസസ്സ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കുവാനും അങ്ങനെ അമേരിക്കയിലേക്കുള്ള യാത്ര വേഗത്തിലാക്കുവാനുള്ള സാഹചര്യങ്ങൾ കുടുംബത്തിനൊരുക്കി കൊടുത്തതിനെയാണ് പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്. സഹോദരൻ ലഭിച്ച 2 സൗഖ്യങ്ങളെയും പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു വളരെ വൈകിയ നേരത്ത്
ചെങ്ങന്നൂർ വന്ന് നിൽക്കുമ്പോൾ പത്തനംതിട്ട വരെ ഇവർക്ക് വേണ്ടി മാത്രം എന്നതുപോലെ ഒരു ബസ് സർവീസ് ലഭിച്ചതിനെയും എടുത്തു പറഞ്ഞ് അമ്മ മാതാവിൻ്റെ അരികിൽ നന്ദിയോടുകൂടി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ ഓരോ വാക്കുകളിലും മകളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് കൈമാറി തരുന്നത് പരിശുദ്ധമയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതൊക്കെയും അമ്മ മാതാവ് ജീവിതത്തിന് അനുഗ്രഹമാകും വിധം ക്രമീകരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. പരീക്ഷകൾ നിരന്തരം തോറ്റുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ കഴിവ് കൊണ്ടല്ല ദൈവകൃപ കൊണ്ട് ജയിക്കും വിധം അതിനെ അനുഗ്രഹിച്ചു നൽകുന്നു. വീണ്ടും പ്രോസസ്സിൽ നിരന്തരമായ പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് അമേരിക്കൻ വിസ ഒട്ടും എളുപ്പമുള്ളതല്ലെന്ന് എല്ലാവർക്കും അറിയാം. അത് അത്ര കണ്ട് പ്രതിസന്ധികളിലൂടെ ഡോക്യുമെൻറ്റുകൾ സമയത്ത് കിട്ടുമോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് ഒക്കെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധമ്മ വേണ്ടതുപോലെ ക്രമീകരിച്ച ഓരോന്നിനെയും അതിൻ്റെ ആ പ്രയാസങ്ങൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള കൃപ കൊടുത്തുകൊണ്ട് സഹായിച്ചു കൊണ്ടിരുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആവർത്തി ചൊല്ലിക്കൊണ്ട് അമ്മയിലുള്ള ആശ്രയത്വം അത് കുടുംബത്തിന് അനുഗ്രഹമായി തീർന്നതിനെയാണ് ഈ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുക. നമ്മുടെ ജീവിതം കടന്നുപോകുന്ന പ്രത്യേകമായ സാഹചര്യങ്ങളെ പരിശുദ്ധമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് കരങ്ങളടിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.